201 ബസ്സിനായിട്ടുള്ള കാത്തിരിപ്പാണ്. അവസാനം ബസ് വരാറായി സ്ക്രീനിൽ കാണാൻ പറ്റി. ജപ്പാനിലെ ബസ് സ്റ്റോപ്പുകളുടെ ഫ്രണ്ടിൽ ഇതുപോലൊരു സ്ക്രീന് കാണും. ബസ് നമ്പറിന്റെ നേരെ അത് വരുന്നുണ്ടോയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ എൻ്റെ ബസ് വന്നു, എനിക്കിരിക്കാനുള്ള സീറ്റും കിട്ടി. പൊതുവെ ജപ്പാനിലെ ബസ്സുകളിൽ കണ്ടക്ടർ ഇല്ല. മുന്നേ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യവും ഇല്ല. അടുത്ത ഏതാ സ്റ്റോപ്പ് എന്നാണ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത്. നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പൊതുവെ ഇവിടുത്തെ ബസ്സുകൾക്ക് വേഗത കുറവാണ്. ഞാൻ പോണ വഴിയിൽ നല്ല നല്ല കാഴ്ചകളുണ്ട് കേട്ടോ. പാലവും പുഴയും പച്ചപ്പും ഒക്കെ. അതുപോലെ ഇവിടെ നല്ല വൃത്തിയാണ്. ഈ ഗ്ലാസ്സിലൊന്നും ഒരു അഴുക്ക് പോലും ഇല്ല. ബസ്സുകളിൽ പൊതുവെ 2 മോണിറ്ററാണുള്ളത്. ഒന്ന് മുൻഭാഗത്തും ഒന്ന് മധ്യഭാഗത്തും. നമ്മൾ ആദ്യത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ അവസാനത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ 230 എണ്ണം കൊടുക്കണം. കുട്ടികൾക്കാണെങ്കിൽ 120 എണ്ണം. അതുപോലെ തന്നെ അടുത്ത ഏത് സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്, തൊട്ടടുത്ത സ്റ്റോപ്പ് ഏത് എന്നെല്ലാം സ്ക്രീനിൽ കാണിച്ചുണ്ട്. നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പായാലും തൊട്ടടുത്തുള്ള സ്റ്റോപ്പ് ബട്ടണിൽ പ്രസ് ചെയ്യും. അതുപോലെ ബസ്സിൽ സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല, ഫോൺ വിളിക്കാൻ പാടില്ല. പിറകുന്ന് വരുന്ന വാഹനങ്ങളെ ബസ്സിൽ ഫ്രണ്ടിലെ സ്ക്രീനിൽ കൂടി കാണാൻ പറ്റും ഡ്രൈവറിന്. അതുപോലെ ഇതാണ് കാശിടുന്ന മെഷീൻ. ഇവിടെ മുകൾ ഭാഗം വഴി നമ്മൾ നാണയങ്ങൾ ഇടും. മധ്യഭാഗത്തൂടെ നമുക്ക് നോട്ട് നിക്ഷേപിക്കാൻ പറ്റും. മഞ്ഞ ബോക്സ് കൊടുത്തിട്ടുണ്ട്. താഴെ വഴി നമുക്ക് ബാലൻസ് കിട്ടും. മാക്സിമം 1000 എണ്ണം വരെ. അതുപോലെ തന്നെ ആപ്പ് ഉപയോഗിച്ചും ട്രാവൽ കാർഡ് ഉപയോഗിച്ചും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഞാനിന്ന് ഉപയോഗിച്ചത് ട്രാവൽ കാർഡാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ.